മാനിഫെസ്റ്റേഷൻ എന്ന വാക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ അത് തന്നെ ആവർത്തിച്ച് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ്റെ മറ്റൊരു ആംഗിളാണ് നമ്മളിവിടെ അപ്രോച്ച് ചെയ്യുന്നത്. മറ്റൊരു ആംഗിൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ യോഗയുടെ ആംഗിൾ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും യോഗ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് ആണ് അല്ലേ, മെൻ്റൽ എക്സസൈസ് ആണ്, മനസ്സിനെ കാമായിട്ട് നിർത്താനുള്ളതാണ്. കുറച്ച് പേര് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, വേറെ കുറച്ച് പേര് ചാൻറ്റ് ചെയ്യുന്നുണ്ടാവും, വേറെ കുറച്ച് പേര് പ്രാണായാമം ചെയ്യുന്നുണ്ടാവും. അതും ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ എന്താ ബന്ധം, അല്ലെങ്കിൽ അതും മാനിഫെസ്റ്റേഷനായിട്ട് ഇപ്പോൾ എന്താ ബന്ധം എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എങ്ങനെ യോഗ ഉപയോഗിച്ച് മാനിഫെസ്റ്റേഷൻ സാധ്യമാക്കാമെന്നുള്ളൊരു സൈഡാണ് നമുക്കിവിടെ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ആ വാക്കിൻ്റെ അർത്ഥം. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മൈൻഡിൽ ആദ്യം എന്താ വരിക, നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നടക്കാത്ത ഒരു ആഗ്രഹമുണ്ട്, അതിനെ നേടിയെടുക്കണം, അതാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളൊരു അർത്ഥം അതിന് കൊടുത്തിട്ടുണ്ടാവും. അതല്ല ആ വാക്കിൻ്റെ യഥാർത്ഥ മലയാളം മീനിങ്. അതിൻ്റെ യഥാർത്ഥ മലയാളം ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എനർജിയെ ജീവൻ വെപ്പിക്കുക, അതിന് ജീവൻ കൊടുക്കുക, അതിനെ നിങ്ങളുടെ എക്സിസ്റ്റൻസിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് മാനിഫെസ്റ്റേഷൻ. നമ്മളൊരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കുക, അതല്ല അതിൻ്റെ അർത്ഥം. ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനർജിയെ ജീവനോടെ നിങ്ങളുടെ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരിക, ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. ജീവിതത്തിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രകൃതി ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണെന്ന് പറയും. പോയിറ്റിക്കായി പറയുന്നൊരു കാര്യമാണ്. പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്, അല്ലെങ്കിൽ ശിവനും ശക്തിയുടെ മാനിഫെസ്റ്റേഷനാണ് പ്രകൃതി എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ശക്തി എന്ന് പറയുന്ന ഒരു ഫെമിനൈൻ ഫോഴ്സ് പ്രകൃതിയിൽ എക്സ്പാൻഡ് ആവുകയാണ്, പ്രകൃതിയുടെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ, ഈ സൃഷ്ടിയിൽ എക്സ്പാൻഡ് ആവുകയാണ്, ഭൂമിയിൽ അത് നിറഞ്ഞ് കവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഫെമിനൈൻ എന്ന് പറയുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്ന എനർജി ഈ എക്സിസ്റ്റൻസിലേക്ക്, ഈ സൃഷ്ടിയിലേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ടാണ് നമ്മളതിനെ മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ചെടികളും മരങ്ങളും ഒക്കെ. അപ്പോൾ അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. ഇനി ഈ മാനിഫെസ്റ്റേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ, നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. എന്താ അതിൻ്റെ അർത്ഥം? ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും. അതിനെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, 5 സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അതാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക, പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലേ, കണ്ണുകൊണ്ട്, മൂക്ക് കൊണ്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന, അതിനെ ഫുള്ളി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതാണ് ഫിസിക്കൽ വേൾഡ്. നോൺ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ 5 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള, ഈ 5 സെൻസസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പെർസീവ് ചെയ്യാൻ സാധിക്കാത്ത, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത ലോകത്തെയാണ് നോൺ ഫിസിക്കൽ വേൾഡ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഡിസൈർസൊക്കെ, ഇപ്പോൾ കാറ്, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം, നല്ലൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കുറച്ച് പൈസ, അല്ലെങ്കിൽ പല ആഗ്രഹങ്ങളുണ്ടല്ലോ നമുക്ക്, ഭൂരിഭാഗവും ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിൽ, നിങ്ങളുടെ ഭൗതിക ലോകത്ത് അത് വന്നാലേ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ. ഭൗതിക ലോകത്തിൽ നിങ്ങൾക്കത് കാണണം, അതാണ് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ അതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് നെഗറ്റീവ് തിങ്കിങ് നന്നായിട്ട് കുറയ്ക്കണം, ജീവിതം കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യണം, മനസ്സെപ്പോഴും കാമായിട്ട് നിലനിർത്തണം, എല്ലാ കാര്യങ്ങളും വരുന്ന ചലഞ്ചസിനൊക്കെ നിങ്ങൾക്ക് നേരിടാൻ പറ്റണം. ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ സെൽഫ് എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ഒരു കാര്യം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കണം, എപ്പോഴും ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. നിങ്ങൾക്കിത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസവും ഈ മാസവും കമ്പയർ ചെയ്ത് നിങ്ങൾ ഗ്രോ ആയോ ഗ്രോ ആയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ ഗ്രോ ആയിട്ടുണ്ടാവും, മെൻ്റലി ഫിസിക്കലേക്ക് കുറച്ചുകൂടെ ഫിറ്റ് ആയിട്ടുണ്ടാവും, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുണ്ടാവും. പക്ഷെ കാണിച്ചതാ, പ്രൂവ് ചെയ്തതാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കാണിക്കാൻ പറ്റില്ല അല്ലേ. മെൻ്റലി നിങ്ങൾക്കൊരു ഗ്രോത്ത് സംഭവിച്ചു, കാണിക്കാൻ പറ്റില്ല. ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടെ മെച്ചോർഡായി, ഇങ്ങനെ 5 സെൻസസ് കൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല.
എനിക്ക് ഇന്നത് സംഭവിച്ചു, കഴിഞ്ഞ മാസത്തേക്കാളും ഇപ്രാവശ്യം ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി എന്ന് പറയാൻ സാധിക്കില്ല, കാണാൻ സാധിക്കില്ല, പെർസീവ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. ഓക്കെ, ഈ നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷനിലാണ് ആക്ച്വലി നമ്മളുടെ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ സീക്രട്ട് ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് ഇടുന്നത്. അനാവശ്യമായിട്ട് പറയല്ല, ഈ ടോപ്പിക്ക് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എന്താണ് മാനിഫെസ്റ്റേഷൻ, അതുപോലെ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ 2 രൂപത്തിൽ വരാം, ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആൻഡ് നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. ഇനി ഇത് നമുക്ക് എങ്ങനെ സക്സസ്ഫുള്ളി ചെയ്യാം. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് നമുക്കൊരു ആഗ്രഹത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക? അത് ഏതോ ആഗ്രഹം ആയിക്കോട്ടെ, ഇന്നതെന്ന് പറയുന്നില്ല. കാരണം യൂണിവേഴ്സിൻ്റെ കണ്ണിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് ഇറലവൻ്റാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് ടോട്ടലി ഇറലവൻ്റാണ്. ഒരു തരത്തിലും അതിൻ്റെ റെലവൻസ് ഇല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോ, പക്ഷേ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, അത് പ്രകൃതി നിയമത്തിന് എതിരായിരിക്കരുത്. ഇപ്പോൾ പല സമയത്തും പല ആൾക്കാരുടെയും മാനിഫെസ്റ്റേഷൻ വർക്കാവാതെ പോകുന്നത് നിങ്ങൾ എഫേർട്ട് ഇടാത്തത് കൊണ്ടല്ല. ഒന്നാമത്തെ റീസൺ, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ വിഷൻ ബോർഡ്, അതുപോലെ വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഇത് യൂസ്ലെസ് ആണ്. അത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ട്രിഗർ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ നോക്കുക. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ അത് സഹായിച്ചിട്ടുണ്ടാവും. പക്ഷേ വലിയ ആഗ്രഹങ്ങൾ, നിങ്ങൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന, വർഷങ്ങളായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലേ, വലിയ സംഭവങ്ങളുണ്ട്. അത് വന്നിട്ടുണ്ടാവില്ല ഇപ്പോഴും. എത്രയോ പേർക്ക് അത് അനുഭവം ഉണ്ടാവും, ശരിയല്ലേ? കുറേയായി ചെയ്യുന്നു, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റായി, പക്ഷേ വലിയ ആഗ്രഹങ്ങൾ ഇപ്പോഴും എവിടെയും വന്നിട്ടില്ല. എന്തൊക്കെയോ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നല്ലാതെ ഇപ്പോഴും നമുക്ക് സോളിഡായിട്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതാ പറഞ്ഞ് ലോ ഓഫ് അട്രാക്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. അതിന് പൂർണ്ണമായും ഒരു ആഗ്രഹത്തെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ശക്തിയില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. പ്രകൃതി നിയമം എന്നുള്ള സാധനമുണ്ട്, യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ. അത് മനുഷ്യന്മാർക്ക് വരുമ്പോൾ അത് കാർമിക് ലോസ് ആയിട്ട് മാറും. കർമ്മ നിയമം, കർമ്മചക്രം എന്നൊക്കെ പറയാൻ പറ്റും. അതായത് നിങ്ങൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ, അതിൻ്റെ ഇഫക്റ്റ്, കോസ് ആൻഡ് എഫക്റ്റ്, കർമ്മഫലങ്ങൾ എന്ന് പറയും. നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അതിന് എതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സപ്പോസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന, നെഗറ്റീവായിട്ട് മാത്രം ഫീൽ ചെയ്യുന്ന, ജീവിതത്തിൽ എപ്പോഴും നെഗറ്റിവിറ്റി മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പേടിക്കുന്ന ഒരാളാണ് വിചാരിക്കുക. നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല, സമ്മതിച്ചു, പക്ഷെ അത് പേടിക്കുന്ന ഒരാളാണ് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ഡെയിലി അഫർമേഷൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ജീവിതം മുഴുവൻ പോസിറ്റീവായിട്ട് നിറയുന്നു, എനിക്ക് ഇത്ര പൈസ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് വരുന്നു, എൻ്റെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നു, എൻ്റെ ജീവിതം ബ്യൂട്ടിഫുൾ ആവുന്നു, അഫർമേഷൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇൻറ്റേർണലി നിങ്ങൾ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കർമ്മ, ദ കാർമിക് എനർജി ഇൻസൈഡ് യു, നിങ്ങളുടെ കാർമിക് സൈക്കിൾ, അത് നെഗറ്റിവിറ്റി തന്നെ ആയിരിക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എന്താണ് പേപ്പറിൽ പേന കൊണ്ട് എഴുതുന്നു എന്നുള്ളതല്ല. യൂണിവേഴ്സ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എന്താണ് അവിടെ അഫർമേഷനായിട്ട് എഴുതുന്നു എന്നുള്ളതല്ല. നിങ്ങളുടെ വിഷൻ ബോർഡിൽ എന്താണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതല്ല. നിങ്ങൾ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത് എന്നുള്ളതുമല്ല. യൂണിവേഴ്സ് കാണുന്നത്, യൂണിവേഴ്സിന് ആവശ്യം ഇൻറ്റേർണലി ശരിക്കും നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. മെൻ്റലി ആൻഡ് ഇമോഷണലി ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതനുസരിച്ചാണ് നിങ്ങളുടെ കാർമിക് സൈക്കിൾ ഫങ്ഷൻ ആവുക. നെഗറ്റിവിറ്റി മാത്രം ചിന്തിക്കുന്ന ആളുടെ കാർമിക് സൈക്കിൾ എങ്ങനെയായിരിക്കും? നെഗറ്റീവായിരിക്കും, രക്ഷപ്പെടാൻ പറ്റില്ല. ഇതാണ് പ്രകൃതി നിയമം. നിങ്ങളുടെ ഇൻസൈഡ് എങ്ങനെയാണോ അതനുസരിച്ചാണ് നിങ്ങളുടെ കാർമിക് സൈക്കിൾ സംഭവിക്കുക. ആ കാർമിക് സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ എക്സ്റ്റേണൽ വേൾഡ് മാനിഫെസ്റ്റ് ആവുക, എക്സ്റ്റേണൽ വേൾഡ് സംഭവിക്കുക. പേപ്പറിൽ പലതും എഴുതിക്കോളൂ, എന്ത് വേണമെങ്കിലും വിഷ്വലൈസ് ചെയ്തോളൂ. ഇൻറ്റേർണലി നിങ്ങളതിന് ഫിറ്റല്ല, ദെൻ ദർ ഇസ് നോ യൂസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹത്തിന് തെറ്റൊന്നുമില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര വലുതോ ആയിക്കോട്ടെ, പക്ഷേ ഈ പറയുന്ന പ്രകൃതി നിയമം കാർമിക്കലി, കർമ്മങ്ങൾ പ്രകാരം നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് നിങ്ങൾ മാച്ചിങ് ആയിരിക്കണം. പോസിറ്റീവായ ജീവിതം വേണമെന്ന് പറയുന്നു, പക്ഷേ യു ആർ ഓൾവേസ് തിങ്കിങ് നെഗറ്റീവ്.
നിങ്ങൾ കാർമിക്കലി മാച്ച് അല്ല, അത് മാനിഫെസ്റ്റ് ആവില്ല. നിങ്ങൾക്കൊരു പാർട്ട്ണർ വേണമെന്ന് പറയുന്നു അല്ലേ, ഇന്ന ക്വാളിറ്റി വേണം, ഹാപ്പി ആയിരിക്കണം, വളരെ ഇമോഷണലി സപ്പോർട്ടീവ് ആയിരിക്കണം, അങ്ങനെയാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത് അല്ലേ. സപ്പോർട്ട് അല്ലാത്ത ഒരാൾ ആഗ്രഹിക്കില്ല. ഇമോഷണലി സപ്പോർട്ടീവ് ആയിരിക്കണം, എപ്പോഴും എന്നെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം, കെയർ ചെയ്യുന്ന ആളായിരിക്കണം, സ്പിരിച്വൽ ആയിരിക്കണം, മെഡിറ്റേഷൻ ചെയ്യുന്ന ആളായിരിക്കണം. ഇതൊക്കെ നമ്മൾ എഴുതുന്ന ക്വാളിറ്റിയാണ്. ഇതൊന്നും നിങ്ങൾക്കില്ലെങ്കിലോ അല്ലേ, ഇതൊന്നും നമ്മൾക്കില്ലെങ്കിലോ? അപ്പോൾ അങ്ങനത്തെ ഒരു കാർമിക് സൈക്കിൾ ഫോം ആവില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾ പറയുന്ന ആഗ്രഹം അത് രജിസ്റ്റർ ചെയ്ത് വെക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ വൈബ്രേഷൻ അതിന് മനസ്സിലാവും. പക്ഷേ നിങ്ങളുടെ കർമ്മ അത് പ്രകാരം മാത്രമേ യൂണിവേഴ്സ് ഫങ്ഷൻ ആവുള്ളൂ. നല്ലൊരു പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾ ആസ് എ ഹ്യൂമൻ ബീങ് സ്വയം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്ര ക്വാളിറ്റി ഉള്ളൊരു ആളല്ല. പിന്നെ എന്താ യൂസ്? ഒരു യൂസും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങളുടെ വലിയ വലിയ നിയമങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ നടക്കാത്തത്. പ്രകൃതി നിയമത്തിന് എതിരാണ്. നിങ്ങളുടെ കാർമിക് സൈക്കിൾ അങ്ങനെ ഫോം ആയിട്ടില്ല. ക്ലിയർ അല്ലേ? ഇതുകൊണ്ടാണ് വർക്കാവാത്തത്. ഇത് ലോകത്തിലുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനും മാറ്റാൻ സാധിക്കില്ല. അതിന് നിങ്ങളുടെ കർമ്മ തന്നെ റിവേഴ്സ് ആവണം. അത് ചിന്തിച്ചത് കൊണ്ടോ അഫർമേഷൻ എഴുതിക്കൊണ്ടോ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നടക്കുക? ഹൗ ടു ഡു ഇറ്റ്? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ? എങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ സഹായത്തോടെ നമ്മളുടെ വലിയ വലിയ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക? അത് ഇനിയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. 2 കാര്യങ്ങൾ നോട്ടീസ് ചെയ്താൽ മതി. 2 പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ മതി. 2 കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഒന്നാമത്തേതാണ് ബ്ലൂ പ്രിൻറ്റ്. ജസ്റ്റ് മനസ്സിലൊന്ന് കയറ്റി വയ്ക്കുക, എക്സ്പ്ലനേഷൻ പിന്നാലെ തരും. ഫസ്റ്റ് ബ്ലൂ പ്രിൻറ്റ്. ഓക്കെ. രണ്ടാമത്തേത് എനർജി. ഫസ്റ്റ് എന്താണ്? ബ്ലൂ പ്രിൻറ്റ്. രണ്ടാമത്തേത് എനർജി. ഈ 2 കാര്യങ്ങളാണ് ഏതൊരു ആഗ്രഹത്തെയും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ട റെസിപ്പി. ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ടു മാനിഫെസ്റ്റ് എനി ഡിസയർ. അത് ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ എന്താണത് ആക്ച്വലി? ആദ്യത്തെ ബ്ലൂ പ്രിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. വീട് കെട്ടാണ് വിചാരിക്കുക. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു വീട് സക്സസ്ഫുള്ളി കെട്ടി കറക്റ്റാക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്നാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്താ? വീട് എങ്ങനെ കെട്ടണം അല്ലേ, ആ വീടിൻ്റെ ബ്ലൂ പ്രിൻ്റ്, അതിൻ്റെ ഡേറ്റ. ഈ ഡാറ്റ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം കുളവും. ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു 10 കോടി അല്ലെങ്കിൽ ഒരു 1 കോടി രൂപയുണ്ട് വീട് കെട്ടാൻ. പക്ഷേ ബ്ലൂ പ്രിൻ്റ് നിങ്ങൾ മര്യാദയ്ക്ക് ഡിസൈൻ ചെയ്തില്ല, സയൻറ്റിഫിക്കലി അതിനെ നിങ്ങൾ അറേഞ്ച് ചെയ്തില്ല എന്ന് വെച്ചാൽ 1 കോടി വേസ്റ്റാണ്. ആദ്യം എങ്ങനെയോ കിട്ടും, പിന്നീട് പല കംപ്ലൈൻറ്റുകൾ വരും, നിങ്ങൾ റിനോവേറ്റ് ചെയ്യേണ്ടി വരും, പുതുക്കി പണിയേണ്ടി വരും, ഇടിച്ച് പൊളിക്കേണ്ടി വരും, പിന്നെയും അത് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കും. വീട് കെട്ടാൻ 1 കോടി ബഡ്ജറ്റ് വെച്ചത് പിന്നീട് അത് എത്രയാവും? 1.5 കോടി 2 കോടി വന്നിട്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന് മാറിക്കൊണ്ടിരിക്കും. സോ ബ്ലൂ പ്രിൻ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേണ്ടത് എന്താണ്? പൈസ, മണി, ഫണ്ടിങ്. നല്ലൊരു എൻജിനീയർ വേണം, അത് ഓക്കെയാണ്, ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഏറ്റവും കോറായിട്ട് വേണ്ടത് ഒന്ന് ബ്ലൂ പ്രിൻ്റ് ആണ്, രണ്ടാമത് മണി, എനർജി അല്ലേ. മണി ഈസ് എൻ എനർജി, കേട്ടിട്ടുണ്ടാവും. ആ ഒരു എനർജി നമുക്ക് ആവശ്യമാണ്. ഈ 2 കാര്യങ്ങൾ മേർജ് ആകുമ്പോഴാണ് വീട് സക്സസ്ഫുള്ളി അവിടെ ബിൽഡ് ആവുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് കുറേ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് എ യൂസ്ലെസ് ഫാക്ട്. എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അറ്റ് ദ എൻഡ് അത് ശരിക്കും നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾക്ക് സമാധാനം തരുന്ന രീതിയിലൊരു വീട് അവിടെ വരില്ല. ഇതന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ട റെസിപ്പി. ഒന്ന് ബ്ലൂ പ്രിൻ്റ്, എങ്ങനെ ആ ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുള്ള അറിവ്. അനദർ ഡ്രോബാക്ക് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ഈസ് എല്ലാത്തിനും ഒരേ ടെക്നിക്കാണ്. നിങ്ങൾക്കൊരു പാർട്ട്ണർ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ ഉള്ളത്? വിഷൻ ബോർഡ് ഉണ്ട്, അഫർമേഷൻ ഉണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്, പിന്നെ കുറേ കോച്ചസ് ഉണ്ട് അല്ലേ, ലക്ഷക്കണക്കിന് ഫീസ് വാങ്ങുന്ന കോച്ചസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പണം മാനിഫെസ്റ്റ് ചെയ്യണം അല്ലേ, യു ഹാവ് ടു മാനിഫെസ്റ്റ് വെൽത്ത്. അതിനും സെയിം പ്രൊസീജിയറാണ്. ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യണം, സെയിം പ്രൊസീജിയറാണ്. വാട്ട് ഈസ് ദിസ്? അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് തെറ്റാണ്. അതന്നെ ഫണ്ടമെൻ്റലി തെറ്റാണ്. അവിടെയാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന റെസിപ്പി കയറി വരുന്നത്. ഇനി നമ്മുടെ ആഗ്രഹപ്രകാരം ആഗ്രഹങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ഈ റെസിപ്പി എന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ എനിക്കൊരു കാറ് മാനിഫെസ്റ്റ് ചെയ്യണം, എനിക്കൊരു വീട് മാനിഫെസ്റ്റ് ചെയ്യണം.
ഇതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള പ്രോപ്പറായിട്ടുള്ള സയൻസ് ഉണ്ട്. അത് വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു നിങ്ങളുടെ ഇൻസൈഡ് എങ്ങനെയാണ് അതനുസരിച്ചാണ് നിങ്ങളുടെ കാർമിക് സൈക്കിൾ ഫോം ആവുക. ഈ കാർമിക് സൈക്കിളാണ് യൂണിവേഴ്സ് നോട്ടീസ് ചെയ്യുള്ളൂ. അത് പ്രകാരം മാത്രമേ നിങ്ങളുടെ ഫിസിക്കൽ വേൾഡ് മാനിഫെസ്റ്റ് ആവുള്ളൂ. ഓക്കെ, ഈ കാർമിക് സൈക്കിൾ എങ്ങനെ ഫോം ആവുക? ഇൻറ്റേർണൽ എന്ന് പറഞ്ഞല്ലോ. ഈ ഇൻറ്റേർണൽ എങ്ങനെ കൺട്രോൾ ചെയ്യുക? അതാണ് നിങ്ങളുടെ വൈബ്രേഷൻ. ഓക്കെ, ഈ ഇൻറ്റേർണൽ പറഞ്ഞില്ലേ, എന്താണ് ഈ ഇൻറ്റേർണൽ? വൈബ്രേഷൻ, യുവർ പേഴ്സണൽ വൈബ്രേഷൻ. നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നിൽക്കാൻ തോന്നില്ല, ദൂരെ പോകാൻ തോന്നും. അപ്പം നമ്മൾ അവരെന്ത് വിളിക്കും? ലോ വൈബ്രേഷൻ ആണെന്ന് വിചാരിക്കും. കുറേ നെഗറ്റിവിറ്റി തന്നെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ എന്ത് വിളിക്കും? ലോ വൈബ്രേഷൻ ആണെന്ന് പറയും. വേറെ ചിലരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലിഫ്റ്റ്മെൻ്റ് ആണ്. വി ഫീൽ പോസിറ്റീവ്, വി ഫീൽ എനർജറ്റിക്, പെട്ടെന്ന് നമ്മുടെ മനസ്സൊക്കെ വളരെ കാമാവും. അപ്പോൾ അവർക്ക് നമ്മൾ ഹയർ വൈബ്രേഷൻ ആണെന്ന് പറയും. ചിലരുടെ സംസാരം കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ പറയും ഓക്കെ, ദേ ആർ ഹയർ വൈബ്രേഷൻ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഇതാണ് വൈബ്രേഷൻ. നിങ്ങൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൺട്രോൾ ചെയ്യുക. ഇതാണ് ബ്ലൂ പ്രിൻ്റ് എന്ന പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വൈബ്രേഷനാണ് നിങ്ങളുടെ നമ്മൾ ആദ്യം പറഞ്ഞ കാർമിക് സൈക്കിൾ ഫോം ആവുന്നത്. ഈ കാർമിക് സൈക്കിളാണ് മാനിഫെസ്റ്റേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക? യോഗ ആൻഡ് യോഗ ഓൺലി. അത് മാത്രമാണ് വഴി. ഒരു എക്സാമ്പിൾ മനസ്സിലാവുന്ന പോലെ പറയാം. ലെറ്റ്സ് സേ, ഇപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ പറയാം. നിങ്ങൾക്കൊരു പോസിറ്റീവായ ജീവിതം വേണം. ഇൻറ്റേർണലി നിങ്ങൾ നെഗറ്റിവിറ്റി മാത്രമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത പ്രകാരം നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി, ഓക്കെ, ഇൻറ്റേർണലി ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്, പക്ഷേ എനിക്ക് പോസിറ്റീവ് ജീവിതം വേണം. അപ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് മാറണം അല്ലേ? ഇൻറ്റേർണലി നിങ്ങളുടെ മനസ്സും ഇമോഷൻസും പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ആവണം. എന്നാൽ കേശി പറഞ്ഞ പോലെ എൻ്റെ വൈബ്രേഷൻ മാറും, എൻ്റെ കാർമിക് സൈക്കിൾ മാറും. അതനുസരിച്ച് എൻ്റെ ഫിസിക്കൽ വേൾഡ് തിരിയും. പക്ഷേ എങ്ങനെ നെഗറ്റിവിറ്റി മാറ്റാൻ പറഞ്ഞു, ശരി, എങ്ങനെ മാറ്റും? അതാണ് വൈബ്രേഷൻ ഷിഫ്റ്റ്. നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളെന്തോ നെഗറ്റീവായി ചിന്തിച്ചത് കൊണ്ടല്ല, നിങ്ങളുടെ പ്രാണിക് വൈബ്രേഷൻ ലോ ആണ്. ഓക്കെ, നിങ്ങളുടെ പ്രാണിക് വൈബ്രേഷൻ ലോ ആണ്. ഇത് ലോ ആവുമ്പോൾ നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കൂ, അല്ലാതെ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് ആയതുകൊണ്ടോ ഇമോഷൻസ് നെഗറ്റീവ് ആയതുകൊണ്ടല്ല. ഈ ശരീരത്തിനും മനസ്സിനും ഉള്ളിൽ അതിനേക്കാളും ദൂരെ ആഴത്തിൽ കിടക്കുന്ന പ്രാണിക് ബോഡി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതാണ് നമ്മുടെ ഓറ തീരുമാനിക്കുന്ന ബോഡി. ഫിസിക്കൽ ബോഡിയോ മെൻ്റൽ ബോഡിയോ അല്ല, പ്രാണിക് ബോഡി, മൂന്നാമത്തെ ശരീരം. യോഗശാസ്ത്ര പ്രകാരം മൂന്നാമത്തെ കോശം, മൂന്നാമത്തെ ശരീരം, പ്രാണിക് ബോഡി. അതാണ് നിങ്ങളുടെ വൈബ്രേഷൻ തീരുമാനിക്കുന്നത്. ആ വൈബ്രേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇമോഷൻസ് നെഗറ്റീവായിരിക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവായിരിക്കും. നിങ്ങളുടെ ശരീരം ആരോഗ്യമില്ലാതെ നെഗറ്റീവായിട്ടേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അതാണ് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങളൊരു പോസിറ്റീവായി, ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയി, നിങ്ങൾ എത്ര നെഗറ്റീവായ പേഴ്സൺ ആണെങ്കിലും അമ്പലത്തിൽ പോയി, എന്ത് സംഭവിക്കും? പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് തണുക്കും അല്ലേ? മനസ്സ് വളരെ ശാന്തമാവും, ബോഡി വളരെ ലൈറ്റാവും. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെന്നില്ലാത്തൊരു കാംനെസ് വരും, ഒരു പീസ്ഫുൾനെസ് വരും, ഒരു സന്തോഷം വരും. ഇവിടെ സീക്രട്ട് എന്താ? എല്ലാവരും വിചാരിക്കുന്നത് മനസ്സ് കാമായി എന്നാണ്. അല്ല, അമ്പലത്തിൽ വളരെ ഹൈ ആയിട്ടുള്ള പ്രാണിക് വൈബ്രേഷനാണ് ഉള്ളത്. നിങ്ങളവിടെ എൻ്ററായ ഉടനെ നിങ്ങളുടെ പ്രാണിക് ബോഡി അതിന് എഫക്റ്റ് ആവും. ആ അമ്പലത്തിൻ്റെ വൈബ്രേഷൻ എന്താണോ അതായിട്ട് നിങ്ങളുടെ പ്രാണിക് വൈബ്രേഷൻ കൺവേർട്ട് ആവും. നിങ്ങളുടെ ഓറ അതുപോലെ മാറും. പ്രാണിക് ബോഡി ഹൈ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മനസ്സത് ഫോളോ ചെയ്യും, നിങ്ങളുടെ ശരീരവും അത് ഫോളോ ചെയ്യും. അതുകൊണ്ടാണ് അമ്പലത്തിൽ നിങ്ങൾ പ്രവേശിച്ച് വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് നിങ്ങൾക്ക് അത്ര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. പുറത്ത് വന്നാലോ അങ്ങനെ ഡൗൺ ആവാൻ തുടങ്ങും അല്ലേ? ഉള്ളിൽ കയറിയ കുഴപ്പമില്ല, പുറത്ത് വന്നാൽ ഡൗൺ ആവും. സീക്രട്ട് മനസ്സിലായോ? എനർജി, പ്രാണിക് എനർജി. ഈ എനർജി കാരണം നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റൻസ്, ഞാൻ എന്ന് പറയുന്ന സെൽഫ് ഒരു പ്രത്യേക സ്റ്റൈലിൽ വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷനാണ് യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ്. ദ ലാംഗ്വേജ് ഓഫ് യൂണിവേഴ്സ് ഈസ് വൈബ്രേഷൻ. നിങ്ങളുടെ എഴുത്തല്ല, നിങ്ങളുടെ അഫർമേഷൻ അല്ല, നിങ്ങളുടെ വിഷ്വലൈസേഷൻ അല്ല,
യുവർ വൈബ്രേഷൻ, നിങ്ങൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ ഭാഷ. അതുകൊണ്ടാണ് പറഞ്ഞത് ഉള്ളിൽ നെഗറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യാണ്, പക്ഷേ അഫർമേഷനിൽ ഐ ആം പോസിറ്റീവ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമില്ല. യൂണിവേഴ്സിന് എപ്പോഴും മനസ്സിലാവുന്നത് വൈബ്രേഷൻ്റെ ലാംഗ്വേജ് മാത്രമാണ്. വേറൊരു ലാംഗ്വേജ് അതിന് മനസ്സിലാവില്ല, അതിനത് അന്യഭാഷയാണ്. യൂണിവേഴ്സ് പറഞ്ഞല്ലോ, സൃഷ്ടി അത് വൈബ്രേഷനാണ്, അതങ്ങനെയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നിങ്ങളെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു അത് പ്രകാരം മാത്രമേ നിങ്ങളുടെ ഭാഷ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് യൂണിവേഴ്സിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിൻ്റ്, ബ്ലൂ പ്രിൻ്റ്. ഇനി നിങ്ങളുടെ സ്പെസിഫിക് ഡിസയർ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹെൽത്തി പാർട്ട്ണർ വേണം, ടോക്സിക് അല്ലാത്ത ഒരു പാർട്ട്ണർ വേണം. അപ്പോൾ യൂണിവേഴ്സ് ഇതെങ്ങനെ കോപ്പി ചെയ്യുക? നിങ്ങളുടെ വൈബ്രേഷൻ നോക്കും. പേപ്പറിൽ എന്ത് എഴുതുന്നു എന്നുള്ളതേ അല്ല, എനിക്കൊരു ഇമോഷൻ സപ്പോർട്ടീവ് പാർട്ട്ണർ വേണം, എനിക്ക് ഹാപ്പി പാർട്ട്ണർ വേണം, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾ വേണം, സ്പിരിച്വലായ ആൾ വേണം, ഒക്കെ എഴുതിയത് യൂണിവേഴ്സിന് ആവശ്യമില്ല. ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കും. ഹെൽത്തി പാർട്ട്ണർ വേണം, പക്ഷെ നിങ്ങൾ ഹെൽത്തി അല്ല, എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ട്ണർ വേണം, നിങ്ങൾ സ്റ്റേബിൾ അല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്ണർ വേണം, നിങ്ങൾക്ക് ഫിനാൻസ് ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് പറഞ്ഞത്. നിങ്ങളിതൊക്കെ ആയിരിക്കണം ഫസ്റ്റ്. വൈബ്രേഷണലി നിങ്ങളിങ്ങനെ ആയിരിക്കണം. പ്രാണിക് ബോഡി ഹൈ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇമോഷൻസ് സ്ട്രോങ് ആയിരിക്കും, മനസ്സ് കാമായിരിക്കും, ശരീരം ആരോഗ്യമുണ്ടാവും, വെൽത്തൊക്കെ തനിയെ വരും. പ്രാണിക് എനർജി കൂടിക്കഴിഞ്ഞാൽ വെൽത്ത് വരും, അതിന് മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാണൻ കൂടിക്കഴിഞ്ഞാൽ വെൽത്ത് വരും. നിങ്ങളുടെ ആവശ്യമെല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും. കാരണം പറഞ്ഞ പോലെ യുവർ വൈബ്രേഷൻ ഈസ് യുവർ ലാംഗ്വേജ്. ഹൈ ആയിട്ട് വൈബ്രേറ്റ് ചെയ്താൽ ഹൈ ആയിട്ട് നിങ്ങൾ യൂണിവേഴ്സ് ടേക്ക് കെയർ ചെയ്യും, ലോ ആയിട്ട് വൈബ്രേറ്റ് ചെയ്താൽ നിങ്ങൾ നോക്കില്ല. ക്ലിയർ? ഇങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല പാർട്ട്ണർ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുന്ന ലിസ്റ്റ് എടുത്ത് നോക്കുക. ആ പോയിന്റിലെല്ലാം നിങ്ങൾക്കുണ്ടോയെന്ന് ആദ്യം നോക്കുക. ഉണ്ടെങ്കിൽ ദെൻ ഓക്കെ. മെൻ്റലി നിങ്ങൾക്ക് ഉണ്ട് തോന്നും, വൈബ്രേഷണലി ഇല്ലെങ്കിൽ ദെൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും മാനിഫെസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് വീട് കെട്ടണം, നല്ലൊരു മനോഹരമായ വീട് വേണം, പക്ഷെ ആ വീട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള വൈബ്രേഷൻ നിങ്ങൾക്കുണ്ടോ? ആ ഒരു സ്ട്രോങ് വൈബ്രേഷൻ, ഹയർ വൈബ്രേഷൻ നിങ്ങൾക്കുണ്ടോ? അതില്ലെങ്കിൽ നമുക്കത് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ലോണൊക്കെ ഒഴിഞ്ഞു കിട്ടണം, അത് ഒഴിഞ്ഞ് കിട്ടാനുള്ളൊരു എനർജി, നിങ്ങളുടെ വൈബ്രേഷൻ അത് നിങ്ങൾക്ക് ഹൈ ആണോ? അതില്ലെങ്കിൽ ദെൻ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടക്കില്ല. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ, ലോ ഓഫ് അട്രാക്ഷൻ ഏത് ടെക്നിക്ക് വേണമെങ്കിലും ചെയ്തോളൂ, നടക്കില്ല. ഇപ്പോൾ ചില വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ എനിക്ക് 25 കോടി ബാങ്കിൽ ബാലൻസ് ഉണ്ട്, എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ അഫർമേഷൻ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന കോൺസെപ്റ്റ് അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ചിന്തിക്കൂ, 25 കോടി നിങ്ങളുടെ ബാങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കാണാൻ സമയം ഉണ്ടാവുമോ? അതാ പറഞ്ഞത്, വൈബ്രേഷൻ എന്താണ് അതാണ് യൂണിവേഴ്സ് ഡെലിവർ ചെയ്യുക. അപ്പോൾ അതാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞ പോയിൻ്റ്. നിങ്ങളുടെ വൈബ്രേഷനാണ് യൂണിവേഴ്സിൻ്റെ ബ്ലൂ പ്രിൻ്റ്. നിങ്ങളെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു അതാണ് യൂണിവേഴ്സിൻ്റെ, നമ്മൾ ആദ്യം വീടിൻ്റെ കാര്യം പറഞ്ഞ പോലെ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതം എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള ബ്ലൂ പ്രിൻ്റ് നിങ്ങളുടെ വൈബ്രേഷനാണ്. ആ പോയിൻ്റ് ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ പോയിൻ്റാണ് എനർജി. വീടിന് ബ്ലൂ പ്രിൻ്റ് മാത്രം മതിയോ? പൈസ വേണം, കറൻസി. യു നീഡ് മണി ടു മാനിഫെസ്റ്റ് ഇറ്റ്, യു നീഡ് മണി ടു ബിൽഡ് എ ഹോം, അല്ലേ? കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ബ്ലൂ പ്രിൻ്റ് മാത്രം വെച്ച് എഞ്ചിനീയറുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, പൈസ വേണം. അതേപോലെ നിങ്ങളുടെ വൈബ്രേഷൻ കറക്റ്റായിട്ട് കൊണ്ട് കാര്യമില്ല. പ്രാണൻ, എനർജി, കോസ്മിക് ഫോഴ്സ്, കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, കുണ്ടലിനി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. കുണ്ടലിനി, 7 ചക്രാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ എനർജി. ഇത് എത്രത്തോളം ഒരാൾ ഹൈ ആണോ അത്രത്തോളം അവർക്ക് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. സിമ്പിളാണ്. എത്രത്തോളം കുണ്ടലിനി പവർ കൂടുതലാണോ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ശക്തി കൂടുതലായിരിക്കും. അത് എത്രത്തോളം കുറവാണോ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ശക്തി കുറവായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നത്. അത് എഴുതി വെച്ചത് കൊണ്ടല്ല നടക്കുന്നത്, നിങ്ങളുടെ വൈബ്രേഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രാണിക് ബോഡിക്ക് അതൊക്കെ എടുക്കാനുള്ള വൈബ്രേഷൻ ഉണ്ട്. പ്ലസ് നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടേക്ക് സിംഗിൾ പോയിൻ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നു, അത് മാനിഫെസ്റ്റ് ആവുന്നു. അതിനെ ഫണ്ട് ചെയ്യാനുള്ള ഒരു പ്രാണ നിങ്ങളുടെ ബോഡിയിലുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കുന്നത്. വലിയ ആഗ്രഹങ്ങൾക്ക് അതനുസരിച്ചുള്ള ബ്ലൂ പ്രിൻ്റ് വേണം.
അതനുസരിച്ചുള്ള വലിയ വൈബ്രേഷൻ വേണം. ആ ബ്ലൂ പ്രിൻ്റ് നേടിയെടുക്കാനുള്ള പ്രാണ, ആ എനർജി നിങ്ങൾക്ക് വേണം. എന്നാലേ അത് നടക്കൂ. ഡു യു അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ടാണ് വലിയ വലിയ കാര്യങ്ങൾ നടക്കാത്തത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ബ്ലൂ പ്രിൻ്റ് ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എനർജി ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതാ പറഞ്ഞ് ലോ ഓഫ് അട്രാക്ഷൻ ഒന്ന് മാറ്റി വെച്ച് ഈ പറയുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങളുടെ ഇതുവരെ ജീവിതത്തിലുള്ള എല്ലാ ചോദ്യത്തിനും ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റ് ആവാത്ത? എന്താ എൻ്റെ ആഗ്രഹം ഇപ്പോഴും നടക്കാത്ത? എന്താ അതുമാത്രം സ്റ്റക്കായി കിടക്കുന്നത്? ഇത്ര വർഷമായി വേറെ എല്ലാം മാനിഫെസ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട്, ഇത് മാത്രം എന്താ നടക്കാത്തത്? ഈ വീഡിയോ ഇപ്പം പറഞ്ഞ കാര്യം മാത്രം കേട്ടാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. അല്ലെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ ഈ രണ്ട് ഫാക്ടേഴ്സ്, ബ്ലൂ പ്രിൻ്റ് ആൻഡ് എനർജി, ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോലും നിങ്ങൾക്കതിനുള്ള ആൻസർ കിട്ടി. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യന് 2 കാര്യങ്ങളെ ആവശ്യമുള്ളൂ. ഒന്ന് ബ്ലൂ പ്രിൻ്റ്, ഡേറ്റ. രണ്ടാമത് എനർജി. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ മാനിഫെസ്റ്റേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ. ലോ ഓഫ് അട്രാക്ഷൻ ഇല്ല, വിഷൻ ബോർഡ് ഇല്ല, വിഷ്വലൈസേഷൻ ഇല്ല, ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നമുക്കതല്ലേ വേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റായിട്ട് ഇപ്പം എന്ത് കിട്ടാനാ? ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കണമെങ്കിലോ? അത് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതിന് യോഗ ഫിലോസഫി ഇടപെടണം. കാരണം യോഗ അതൊരു എൻജിനീയറിംഗ് ആണ്. യൂണിവേഴ്സൽ എനർജികളെ എങ്ങനെ എൻജിനീയർ ചെയ്യണം, അതിനെങ്ങനെ പ്രോഗ്രാം ചെയ്യണം, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി അതിനെങ്ങനെ ഉപയോഗിക്കണം, നമുക്ക് വേണ്ടി അതിനെങ്ങനെ ചാനൽ ചെയ്യണം, പേഴ്സണൽ ലൈഫിന് വേണ്ടി അതിനെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള സകലമാന ടോട്ടൽ എൻജിനീയറിംഗ് ആണ് യോഗ. ദ എൻജിനീയറിംഗ് ഓഫ് കോസ്മിക് എനർജി, ദ എൻജിനീയറിംഗ് ഓഫ് യൂണിവേഴ്സ്, ദ എൻജിനീയറിംഗ് ഓഫ് പ്രാണ, അതാണ് യോഗ. അല്ലാതെ ബോഡി ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സർക്കസ് അല്ല. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഇതൊരു ഷോർട്ട് ക്ലാസ് ആണ് ആക്ച്വലി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായോ, ടഫായി തോന്നിയോ, ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വേണോ, ഇനി ഇതുപോലത്തുള്ള മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഞാൻ തരണോ വേണ്ടേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങളുടെ കമൻറ്റ് പ്രകാരം മാത്രമേ വീഡിയോ ഇടുള്ളൂ. ഓക്കെ? കാരണം നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്നുള്ളൊരു കാര്യത്തെ എല്ലാവർക്കും മാനിഫെസ്റ്റ് ചെയ്യണം, അത് അംഗീകരിക്കുന്നു. അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു സയൻസ് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഒബ്ജക്റ്റീവ്. അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് വേണം. അതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറേ വീഡിയോസ് വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായോ, എല്ലാം മനസ്സിലായോ, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇതനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ?